ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ഇടതുപക്ഷ സർക്കാർ നയത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത്. ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണെങ്കിലും സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിലും ആദ്യം ഞങ്ങൾക്കറിയേണ്ടത് ഇതിൻ്റെ ഈ സമയത്ത് ഈ സംഗമം നടത്തുന്നതിൻ്റെ ആവശ്യം എന്താ? കാരണം ഇലക്ഷൻ 6 മാസമേ ബാക്കിയുള്ളൂ. 9.5 കൊല്ലം തോന്നാത്ത ഒരു കാര്യം പെട്ടെന്നൊരു അയ്യപ്പനോട് ഭക്തി ഉണ്ടായതിൻ്റെ കാര്യം എന്താ? മാത്രമല്ല ചിലരൊക്കെ പറയുന്നത് ഭക്തജനങ്ങളെ ആകർഷിക്കാൻ എന്നാണ്. ശബരിമലയിൽ ഭക്തന്മാരെ ആകർഷിക്കേണ്ട ഒരാവശ്യമില്ല. ധാരാളം ഭക്തന്മാർ വരുന്നുണ്ട്. ഈ സീസൺ കാലത്ത് 3 കോടിയോളം അയ്യപ്പ ഭക്തന്മാരാണ് വന്നിരുന്നത്. അവർക്ക് താമസിക്കാനോ വിരിവയ്ക്കാനോ ഉള്ള സൗകര്യം പോലും അവിടെയില്ല. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് സംഗമം നടത്തേണ്ട ആവശ്യമില്ല. മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പക്ഷേ നടപ്പാക്കുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെയും എൻവയോൺമെൻറ്റ് വകുപ്പിൻ്റെയൊക്കെ ചില തടസ്സങ്ങളുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് കേന്ദ്രവുമായി ചർച്ച ചെയ്യണം. അതല്ലാതെ ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കേണ്ട വേദിയല്ല. ഇവിടെ ചില പറഞ്ഞു ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ്. എന്താ ശബരിമല അയ്യപ്പൻ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. വ്രതനിഷ്ഠയോടുകൂടെ മലയൂട്ടുന്നതാണ് ഒരു അയ്യപ്പ ഭക്തൻ. ഞാൻ 45 വർഷമായിട്ട് മലയൂട്ടുന്ന ഒരാളാണ്. അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വന്നു പോകേണ്ട സ്ഥലമല്ല ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മുമ്പ് ആചാര ലംഘനം നടത്താൻ കൂട്ടുന്ന സർക്കാർ അന്ന് കുത്തിക്കൊല്ലാൻ നോക്കി നടന്നില്ല. ഇപ്പം നക്കിക്കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അതായത് ടൂറിസ്റ്റുകൾ വന്നാൽ പിന്നെ ശബരിമലയുടെ പരിപാലനത്തുണ്ടോ? പിന്നെ ഇതാരാ സ്പോൺസർ ചെയ്യുന്നത്? സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളാരാണ്? ഇപ്പം ശബരിമലയിൽ മുമ്പ് നവീകരണത്തിന് ഒരു മദ്യ വ്യവസായി കുറേ പണം കൊടുത്തു. കോടതി പറഞ്ഞു പണം വാങ്ങിച്ചോ, പക്ഷേ അയാളുടെ പേര് പോലും ആ ക്ഷേത്ര പരിസരത്ത് പോലും വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പണം മുടക്കുന്നത് ആരാ? ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കാശില്ല. കഴിഞ്ഞ ഓണത്തിന് ബോണസ് കൊടുക്കാനും ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കാനും 1250 ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്നുള്ള തുക എടുത്തിട്ടാണ് ബോണസ് കൊടുത്തത്. അവർക്ക് എങ്ങനെയാണ് ഈ സംഗമം നടത്താനുള്ള സാമ്പത്തിക ശേഷി? ഇതൊക്കെ പുറത്തറിയണ്ടേ? പിന്നെ മാത്രമല്ല ഇത്രയൊക്കെ ഭക്തി പ്രകടിപ്പിക്കുന്നവർ അയ്യപ്പന് കാവൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് അയച്ചു. തിരിച്ചു വന്നപ്പോൾ 4 കിലോ കുറവ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന് ശാപം കിട്ടും. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരുന്നത് ദേവസ്വത്തിലെയോ സർക്കാരിലെയോ ഒരു 5 പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ? പക്ഷേ ഇന്ന് ഹിന്ദു ഭക്തരടക്കം മുഖ്യമന്ത്രി പണം വെച്ചുകൊണ്ട് PRT പരസ്യം കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഞാൻ ഇത് സർക്കാർ പരിപാടിയാണ്. കാരണം അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ 2019 ലോക്സഭയിൽ പരാജയം നേരിട്ട LDF സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു നാണം കെട്ട നാടകമാണ് കപടഭക്തി. ഭക്തി ഇല്ലെങ്കിലും കപടഭക്തി ഏറ്റവും അധികം അപകടമാണ്. എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് കപടഭക്തിയെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കപടഭക്തിയായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇതുകൊണ്ടൊന്നും സർക്കാർ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇനിയൊരു ന്യൂനപക്ഷ സംഘം ഉണ്ടാവും, SC/ST സംഘം ഉണ്ടാവും. അവസാനം വേണ്ടി വന്നാൽ 3ാമതൊരു ടേം കിട്ടാൻ പിണറായി വിജയൻ ഗുരുവായൂർ അമ്പലത്തിൽ ശയനപ്രതിഷ്ഠം പോലും നടത്തും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതുകൊണ്ടൊന്നും ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. ഇത് തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. അയ്യപ്പ സംഗമം ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ലെന്നും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വോട്ട് പിടിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തന്ത്രമാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.